ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. നാളെയാണ് സർജറി വരുന്നത്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ അഡ്മിറ്റ് ആവേണ്ടത് കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ്. കാരണം രാത്രി 1 മണി 2 മണിക്കൊക്കെ യാത്ര ചെയ്യണത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ റൂമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ആകെ ഒരു 5 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ ആമീനെ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടാക്കാനുണ്ട്. അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട്. അവരുടെ രണ്ടാളിനെയും വീട്ടിൽ പോയി എടുക്കാനുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ബാഗുകളൊക്കെ കാണുമ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണോ പോകണമെന്ന് വിചാരിക്കേണ്ട. കാര്യം സർജറി കഴിഞ്ഞിട്ട് നേരിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോവുക. കാരണം ഇനിയിപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ നേരിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇതാ കണ്ടില്ലേ, ബാഗുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആമയുടെ സാധനങ്ങൾ എൻ്റെത്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഏട്ടനെങ്ങാനും വന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ആമീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ആമീനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും നന്നായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആമീനെ അനിയത്തിൻ്റെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മേനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ പോവുള്ളൂ. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങളുടെ കൂടെ വരുന്ന കാരണം കൊണ്ട് പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവളെ അനിയത്തിൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് പോണത്. പിന്നെ ആമയും ഓക്കെയാണ്, അവിടെ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട്. പിന്നെ വേറെ 2 ദിവസത്തെ കാര്യം മാത്രമായിട്ടില്ല. അപ്പോൾ പോണ വഴി നമ്മൾ ചാച്ചുവിനും സായുവിനുള്ള കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. മഴയായതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ മടിയായിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഏട്ടനും മാമയും മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കടയിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ആമീനെ വീട്ടിലാക്കി കൊടുത്തു. പിന്നെ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടി നേരിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ഡേഷൻസൊക്കെ അടുത്ത വീഡിയോയിലൂടെ തരാം കേട്ടോ. ബൈ.